അർജുനും ശ്രീതുവും രാത്രി ലൈവില് പിണക്കങ്ങൾ പറഞ്ഞു തീർക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ ഇടയിലേക്ക് റസ്മിനും വന്നിരിക്കുന്നുണ്ട്. റസ്മിന്റെ അടുത്താണ് അവിടെ ഇരുന്നുകൊണ്ട് ശ്രീതു ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. അർജുൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസ്മിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഓരോന്ന്. അതിന് റിപ്ലൈ ഒന്നോണം അർജുൻ പറയുന്നതും റസ്മിന്റെ അടുത്താണ് മറുപടികൾ. റസ്മിൻ ഇവരുടെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെയാണോ അർജുൻ, അതാണോ അർജുൻ, അപ്പൊ ശ്രീതു പറയുമ്പോൾ ശ്രീതുവിന്റെ അടുത്ത് വേണ്ടി ശ്രീതുക്ക് വേണ്ടി സംസാരിക്കും, അർജുൻ പറയുമ്പോൾ അർജുന് വേണ്ടി സംസാരിക്കും. ഇതായിരുന്നു റസ്മിൻ ഇന്നലെ കുറച്ചു നേരം ഇവരുടെ ഇടയിൽ സംസാരിക്കുന്ന ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ റസ്മിനെ തന്നെ മനസ്സിലായി ഇതിന്റെ ഇടയിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ കട്ടുറമ്പാവും എന്ന് തോന്നിയപ്പോൾ റസ്മിൻ അവിടെ നിന്ന് പോയി കിടന്ന് ഉറങ്ങുകയും ചെയ്തിരുന്നു. കുറച്ചു നേരം ഇവരുടെ ഇടയിൽ വന്ന് ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവിടുന്ന് റസ്മിൻ പോയത്. അപ്പൊ റസ്മിൻ വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ അർജുനെയും ശ്രീതുവിന്റെയും പിണക്കങ്ങളുടെ ഇടയിൽ ഓരോ കാര്യങ്ങൾ പറയാണ്. അവർ പിണങ്ങാനുള്ള റീസണുകൾ പറയാണ്. ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട്, ഇവിടെ എന്റെ കൈയൊന്ന് മുറിഞ്ഞു, ഒന്ന് മരുന്ന് വെച്ച് തരാ, ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അവിടെ റസ്മിൻ ഉണ്ടായിരുന്നില്ല. കൈ മുറിഞ്ഞ സമയത്ത് ആ വടംവലി നടക്കുന്ന സമയത്ത്. അപ്പൊ റസ്മിൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്, അയ്യോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന സമയത്ത് അവിടെ ശ്രീതു പറയുന്നുണ്ട്, ഞാൻ മരുന്ന് പെരട്ടി കൊടുത്തതാണ്, ഞാൻ കയ്യിൽ മരുന്ന് പെരട്ടി കൊടുത്ത് ഞാൻ നോക്കിയില്ലേന്ന് ഒന്ന് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ അർജുൻ പറയുന്നുണ്ട്, അല്ലല്ല അൻസിബയാണ് എനിക്ക് മരുന്ന് വെച്ച് തന്നത്, അൻസിബ കയ്യിൽ മരുന്ന് വെച്ച് തന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രീതു പറയുന്നുണ്ട്, അൻസിബ ചേച്ചി കൈ പിടിച്ച് മരുന്നൊക്കെ പെരട്ടി കൊടുക്കുന്ന സമയത്ത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ, ചേച്ചി മാറി ഞാൻ ചെയ്തു കൊടുത്തോളാം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ, അപ്പൊ ഞാൻ പിന്നെ നോക്കി നിന്നു, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ റസ്മിൻ പറയും, അത് ശരിയാണ്, ഒരാൾ മരുന്ന് വെച്ച് തരുന്ന സമയത്ത് വേണ്ട ചേച്ചി പൊക്കോ ഞാൻ ചെയ്തു കൊടുത്തോളാം എന്ന് പറയാൻ പറ്റുമോ, അത് പറയാൻ പറ്റില്ലല്ലോ അർജുനെ, അതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട് അർജുന്റെ മുഖത്ത് നോക്കുമ്പോൾ അർജുന്റെ മുഖം സുഖമില്ല. അപ്പൊ റസ്മിൻ ചോദിക്കും, നീ അത് പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയാണ് അവിടുന്ന്, ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ റസ്മി പറയുന്നുണ്ട്, അങ്ങനെ ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പുരട്ടി തരാം എന്ന് പറഞ്ഞ് ഇവിടെ ചെയ്തു തരണമെന്നാണോ നീ പ്രതീക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് റസ്മി ചോദിക്കുന്നുണ്ട്, അവൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്, അത് നിന്റെ പ്രതീക്ഷ അങ്ങനെ നടക്കണം എന്നില്ലല്ലോ, നിനക്ക് പ്രതീക്ഷിച്ചത് തെറ്റ് എന്ന് അവിടെ പറയുന്നുണ്ട് റസ്മി. അപ്പൊ അവിടെ ഇരുന്ന് ശ്രീതു ചിരിക്കുന്നുണ്ട്, അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമോ, അവിടെ ഒരാൾ മരുന്ന് പറ്റി കിടക്കല്ലേ അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അർജുൻ പറയുന്നുണ്ട് പിന്നീട്, അത് കഴിഞ്ഞിട്ടും കയ്യിൽ ഇങ്ങനെ ഓട്ട വന്ന് തൊള വന്നിട്ടൊക്കെ ഇരിക്കുകയാണ്, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുക, അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വിഷമം പറയുന്നുണ്ടായിരുന്നു അർജുൻ. എന്തായാലും അർജുൻ ശ്രീതുവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് കൂടെ എപ്പോഴും ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ ഇവർ പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ആ കോംബോ കാണുന്ന സമയത്ത് അർജുന് തീർച്ചയായും മനസ്സിലൊരു പ്രണയമുണ്ട് എന്ന് തന്നെയാണ് ശ്രീതുവിന്റെ അടുത്ത്. പക്ഷെ ശ്രീതുവിന് അതൊരു പ്രണയമായിട്ടൊന്നും വളർന്നിട്ടില്ല, പക്ഷെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അർജുനായിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ ആ പിണങ്ങുന്നത് അതുകൊണ്ടാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് പിണങ്ങിയിട്ട് മിണ്ടാതിരിക്കുകയും സൗന്ദര്യ പിണക്കും, എന്നാൽ തന്നെ സീരിയസ് ആയിട്ട് പിണങ്ങാനായിട്ട് അവർക്ക് രണ്ടുപേർക്കും കഴിയില്ലതാനും. എങ്കിൽ പിന്നെ മിണ്ടാതിരുന്ന് പിണങ്ങി സീരിയസ് ആയിട്ട് പിണങ്ങി വഴക്കിട്ട് പോവാനായിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് അവർക്ക് എത്താനും പറ്റുന്നില്ല. എന്നാ രണ്ടുപേർക്കും നല്ല പിണക്കുണ്ടായിരുന്നു. റസ്മിൻ ഇന്നലെ വന്നിട്ട് അവനെ വലിക്കത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ശ്രീധുവിന് അവൻ്റെ അടുത്ത് സംസാരിക്കാതെ ഭയങ്കര വീർപ്പുമുട്ടലായിരുന്നു. ആ സമയത്ത് സിബിൻ അവിടെ ഉണ്ട്. സിബിന്റെ അടുത്ത് സിബിന് നീ ഉറങ്ങാൻ പോകുന്നില്ലേ എന്നടക്കം അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു ശ്രീധു. സിബിൻ പോയിട്ട് വേണം അർജുൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ. അപ്പൊ സിബിൻ പറയുന്നുണ്ട്, നിനക്ക് അർജുൻ്റെ അടുത്ത് സംസാരിക്കണമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവസാനം സിബിൻ പോവാണ്ടായപ്പോ അവിടെ ശ്രീതു തന്നെ പറയുന്നുണ്ട്, എനിക്ക് അർജുൻ്റെ അടുത്ത് കുറച്ചൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് ശ്രീതു തന്നെ പറയുന്നുണ്ട് സിബിൻ പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് അർജുൻ്റെ അടുത്ത് സംസാരിക്കാൻ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ അർജുനാണെന്നുണ്ടെങ്കിലും അത്രയും വീർപ്പം മുട്ടിയിട്ടും അത്രയും വിഷമിച്ചിട്ടാണ് ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം ചോദിക്കുന്ന സമയത്ത് ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറിയിരുന്ന അർജുൻ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പിണക്കങ്ങളുടെ ഇങ്ങനെ ഒരു നൂലാമാല ഇങ്ങനെ എടുത്തിരുന്നുണ്ടായിരുന്നു. അത് ചെയ്തു ഇത് ചെയ്തു, സിബിൻ്റെ ഒപ്പം ഇരുന്ന് സംസാരിച്ചത്, അടുത്തിരുന്ന് സംസാരിച്ചത്, സോഫയിൽ ഒരുമിച്ചിരുന്നത്, ഒരുപോലെ കളറുള്ള ഡ്രസ്സ് ഇട്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൾഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ഇരുന്ന് എണ്ണി പെറുക്കുന്നുണ്ടായിരുന്നു അർജുൻ. അത് കേട്ടിട്ട് ശ്രീതു തന്നെ പറയുന്നുണ്ട്, അർജുനേ നീ ரொம்ப പൊറാമൈ എന്ന് പറയുന്നുണ്ട്, നീ ഭയങ്കര പോസസീവ് ആവുന്നു എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ചിരിക്കുന്നുണ്ട് ശ്രീതു. എന്നിട്ട് പറയുന്നുണ്ട് ശ്രീതു, ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന്. എന്തായിരിക്കും ശ്രീതുവിൻ്റെ ആ ചോദ്യം എന്നറിയില്ല. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അപ്പോഴേക്കും ഞാനിവിടെ ഉണ്ടാവോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് അർജുൻ. എന്തായാലും രണ്ടും തമ്മിലുള്ള ഇന്നലത്തെ സംസാരം ഒരുപാട് നേരം വൈകി, ഒരുപാട് നേരം ഉണ്ടായിരുന്നു ലൈവിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ ജബ്രി കോംബോകളേക്കാൾ ഏറ്റവും ആൾക്കാർക്ക് കാണാനും ഇഷ്ടം കേൾക്കാനും കൗതുകം തോന്നുന്ന ഒരു കോംബോ തന്നെയായിരുന്നു ഇന്നലെ അവരുടെ സംസാരവും അവരിരുന്ന് പറയുന്ന കാര്യങ്ങളുമൊക്കെ എന്നാണ് എനിക്ക് തോന്നിയത്.